എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വിഷു പ്രമാണിച്ച് നമ്മൾ പൈനാപ്പിൾ പായസമാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് നമ്മൾ 1/2 കിലോയോളം പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവൽ ഒരു 150 ഗ്രാം അവൽ ചെറുതായിട്ടൊന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം ചൗവരി ഉണ്ട്. അതുപോലെ തന്നെ നെയ്യ്, പഞ്ചസാര, കിസ്മിസ്, അതായത് ഉണക്കമുന്തിരി, വെള്ള ഉണക്കമുന്തിരിയാണ്. അതുപോലെ അണ്ടിപ്പരിപ്പ്, ഏലക്ക, കൂടാണ്ട് പാലുമുണ്ട്. ഇത്രയാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഓക്കെ, ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യമായിട്ട് നെയ്യ് അങ്ങോട്ട് ഒഴിക്കുക. ഒരു 100 ഗ്രാം നെയ്യ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നെയ്യൊന്ന് നന്നായിട്ട് ചൂടാകണം. നെയ്യ് ചൂടായതിന് ശേഷം നമുക്ക് ഇതിൽ പൈനാപ്പിളൊന്ന് നെയ്യിലൊന്ന് വരട്ടിയെടുക്കണം. പൈനാപ്പിൾ ഇതിലേക്ക് നമ്മൾ ഇടുകയാണ്. പൈനാപ്പിൾ നമുക്ക് വരട്ടി പായസം ഉണ്ടാക്കിയാലേ ടേസ്റ്റ് ഉള്ളൂ. അല്ലെങ്കിൽ ആ പൈനാപ്പിളിൽ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ പായസം ഉണ്ടാക്കി കഴിയുമ്പോൾ എപ്പോഴും ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വേറിട്ട് വരുന്നതുകൊണ്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പൈനാപ്പിൾ നെയ്യിൽ ഒന്ന് വരട്ടിയിട്ടുണ്ട്. കൂടുതൽ നമ്മളിത് വരട്ടിയാൽ കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഭാഗത്തിലേക്ക് നമുക്കിനി ഇതിലേക്ക് അവലി ചേർക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് അവലി ചേർക്കുകയാണ്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നത് 150 ഗ്രാമോളം അവലുണ്ട്. അത് നമ്മളിതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യണം. അതിലേക്ക് നമ്മൾ 2 കവറ് പാല് അതോടെ ചേർത്തൊന്ന് ആഡ് ചെയ്യുക. പാല് ചേർത്തിട്ടുണ്ട്. പാല് ചേർത്ത് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡി ആവട്ടെ. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചൗവരിയാണ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചത്. പഞ്ചസാര നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. നമുക്ക് കാഷ്നട്ട്, കശുവണ്ടിയും അതുപോലെ തന്നെ കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. അതുപോലെ തന്നെ ചണ്ടിപ്പരിപ്പുണ്ട്, അതുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. പായസം നമ്മൾ റെഡിയായി. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചേക്കണ ഉണക്കമുന്തിരി, കിസ്മിസും അണ്ടിപ്പരിപ്പ് കൂടി അതിലേക്ക് വറുത്താൽ മതി. കുറച്ച് ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഏലക്കയുടെ ചേർത്ത് ഓക്കെ, നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമ്മൾ അധികം മധുരം നമുക്ക് ആവശ്യാനുസരണം മധുരം ഓരോരുത്തർ അനുസരിച്ച് ഇട്ടാൽ മതി. പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ പായസം, പൈനാപ്പിൾ പായസം. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട് ഈ പൈനാപ്പിൾ പായസം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട്